നമസ്കാരം. ജപ്പാനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പ പരമ്പരകൾക്ക് ശേഷം രാജ്യം ഇപ്പോൾ നിലനിൽപ്പിനായുള്ള അതീവ ഭീതിയിലാണ്. റിക്ടർ സ്കെയിലിൽ 8 ദശാംശമാണ് ഭൂകമ്പം രേഖപ്പെടുത്തിയത്. അതിൽ കൂടുതലോ തീവ്രമുള്ള മെഗാ ക്വിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് മരണതുല്യമായ മുന്നറിയിപ്പുമായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഡിസംബർ 16 വരെയാണ് ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ സമയത്തിനുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന് ജപ്പാനെ വിഴുങ്ങിയേക്കാമെന്ന ആശങ്കയിലാണ് രാജ്യം മുഴുവൻ. ശാന്തമായി കാണപ്പെട്ടിരിക്കുന്ന പസഫിക് തീരങ്ങൾ ഇപ്പോൾ ഭീമാകാരമായ തിരമാലകൾക്കായി കാതോർക്കുകയാണ്. തിങ്കളാഴ്ച അനുഭവപ്പെട്ട 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് ശേഷം 50-ൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും തുടർചലനങ്ങൾ പതിവായി അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഒമോറി തീരം കേന്ദ്രീകരിച്ചുള്ള ഈ ഭൂകമ്പങ്ങൾ വരാനിരിക്കുന്ന വലിയ വിപത്തിനെക്കുറിച്ചുള്ള ഭൂമിയുടെ താക്കീതായിട്ടാണ് JMA കാണുന്നത്. ഈ മെഗാക്വിക്ക് സംഭവിച്ചാൽ ഹോക്കൈഡോ, അതോടൊപ്പം തന്നെ ഒമോറി, ഇവാറ്റെ, അതോടൊപ്പം മിയാഗി തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ 100 അടി വരെ ഉയരമുള്ള സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഈ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്തെ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി അനുഭവപ്പെട്ട ഭൂചലനങ്ങൾക്ക് പിന്നാലെയാണ് കാലാവസ്ഥാ വകുപ്പ് ഈ മുന്നറിയിപ്പ് പുറത്തിറക്കിയത്. ഡിസംബർ 9-ന് 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം 100 കണക്കിന് ആളുകളെ പരിക്കേൽപ്പിച്ചു. അതിനുശേഷം 6.4, 7.7, 4.9 തീവ്രതയുള്ള തുടർചലനങ്ങൾ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ ഭൂകമ്പ പരമ്പരകൾ വരാനിരിക്കുന്ന വലിയ വിപത്തിനായുള്ള ഭൂമിയുടെ താക്കീതായിരുന്നു. ഈ മുന്നറിയിപ്പ് ഒരു പ്രവചനം മാത്രമാണെങ്കിലും അത് യാഥാർത്ഥ്യമായാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ജപ്പാൻ ചരിത്രത്തിലെ ഏറ്റവും ഭീമമായ ദുരന്തമായിരിക്കും. മെഗാക്വിക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സുനാമി തിരമാലകളുടെ ഉയരം ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. പല പ്രദേശങ്ങളെയും 30 മുതൽ 60 അടി വരെ ഉയരത്തിൽ തിരമാലകൾ ബാധിച്ചേക്കാം. എന്നാൽ ഏറ്റവും ഭീകരമായ പ്രവചനം എരിമോ ടൗണിനും അതോടൊപ്പം തന്നെ ഒമോറിയിലെ പസഫിക് തീരങ്ങൾ, ഇവാറ്റെ, മിയാഗി, കുഷിമ തുടങ്ങിയ പ്രദേശങ്ങൾക്കുമാണ്. ഇവിടെ തിരമാലകളുടെ ഉയരം ഏകദേശം 100 അടി വരെ എത്താൻ സാധ്യതയുണ്ട്. 10 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഈ തിരമാലകൾ നഗരങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കിയേക്കാം. പടിഞ്ഞാറൻ ഹൊക്കൈഡോയിലെ ടൊമാക്കോയി, അതോടൊപ്പം തന്നെ ഹൊക്കോഡേറ്റ് പോലുള്ള പ്രദേശങ്ങളും 30 അടി തിരമാലകളുടെ ഭീഷണിയിലാണ്. മെഗാക്വിക്ക് ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ കുലുക്കം അനുഭവപ്പെടുക ഹൊക്കൈഡോയിലായിരിക്കും. ജപ്പാൻ ഭൂകമ്പ തീവ്രതാ സ്കെയിൽ അനുസരിച്ച് അക്കേഷി ടൗണിൽ തീവ്രത 7 രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് കെട്ടിടങ്ങൾ പൂർണ്ണമായി തകരാനും റോഡുകൾ പിളരാനും സാധ്യതയുള്ള ഏറ്റവും ഉയർന്ന തീവ്രതയാണ്. എരിമോയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ പോലും 6 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാന്റെ നവീകരിച്ച ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രവചനങ്ങൾ. ഡിസംബർ 16-ന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഈ വിപത്ത് സംഭവിച്ചേക്കാം എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അത് കാരണം രാജ്യത്തെ കടുത്ത ഭീതിയിലും അനിശ്ചിതത്വത്തിലുമാണ് ആയിരിക്കുന്നത്. രാജ്യം മുഴുവൻ ഈ ദുരന്തം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ച് ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.